വസ്തുവിന്റെ കരം വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കെപിസിസിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ധർണ നടത്തുന്നതിന്റെ ഭാഗമായി പത്തിയൂർ കിഴക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പത്തിയൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ ഉദ്ഘാടനം ചെയ്തു. വസ്തുവിന്റെ കരം വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെപിസിസിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തുന്നതിന്റെ ഭാഗമായി പത്തിയൂർ കിഴക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പത്തിയൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനദ്രോഹത്തിനെതിരെയുള്ള ഒരു സൂചനാ സമരമാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ധർണ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലും ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ആശ്രയ കേന്ദ്രമായ വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും എത്തുന്ന സാധാരണക്കാരൻ്റെ നികുതി ഇനങ്ങൾ, സ്റ്റാമ്പ് ഡ്യൂട്ടികൾ, മുദ്രപത്രങ്ങൾ അടക്കമുള്ളവയിൽ തീവെട്ടിക്കൊള്ള നടത്തി അമിത നികുതി ഏർപ്പെടുത്തിയതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ സമരം. പണ്ടൊരു വില്ലേജ് ഓഫീസിൽ ചെന്നാൽ 50 രൂപയുടെ ഒരു സ്റ്റാമ്പോ 25 രൂപയുടെ സ്റ്റാമ്പോ പത്രമോ കൊടുക്കേണ്ടടുത്ത് ഇന്ന് സാധാരണക്കാരൻ അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ അമ്മ മരിച്ചു, അമ്മമ്മ മരിച്ചു, അതുമായി ബന്ധപ്പെട്ടൊരു മരണ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വസ്തു സാക്ഷ്യപ്പെടുത്തുന്നതിനുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും കയറിയിറങ്ങേണ്ട സാധാരണക്കാരന്, ഈ നാട്ടിലെ കശുവണ്ടി തൊഴിലാളിക്ക്, കയർ തൊഴിലാളിക്ക്, പാടത്ത് പണിയെടുക്കുന്നവർക്ക് ഇന്ന് വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ഒരപേക്ഷ കൊടുക്കുവാൻ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അനധികൃതമായി കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അമിത ഫീസ് വർധനവ് നടത്തിയതിനെതിരെയുള്ള സൂചനാ സമരമാണ് ഇന്നത്തെ ഈ ധർണ. ഈ ധർണ വരും ദിവസങ്ങളിൽ കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലേക്ക് വ്യാപിപ്പിക്കും. ഈ മുഴുവൻ സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കും. കാരണം അത്രമാത്രം തീവെട്ടിക്കൊള്ളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ 1 രൂപയ്ക്കും 1.5 രൂപയ്ക്കും സാധാരണക്കാരന് അരി കിട്ടുമായിരുന്നുവെങ്കിൽ ഇന്ന് 100 രൂപ കൊടുത്താൽ പോലും അരി കിട്ടാത്ത അവസ്ഥ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പിണറായിയാണോ വേന്ദ്രൻ, നരേന്ദ്രമോദിയാണോ വേന്ദ്രൻ എന്ന രീതിയിലുള്ള മത്സരമാണ്. രണ്ടുപേരും അമിത നികുതി ഭാരം സാധാരണക്കാരൻ്റെ നെഞ്ചത്തേക്ക് അടിച്ചേൽപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നരേന്ദ്രമോദി സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവരുടെ പ്രതിമകൾ നിർമ്മിച്ച് കോടികൾ വെറുതെ കളയുമ്പോൾ പിണറായി വിജയൻ ധൂർത്തുകൾ നടത്തി, നവകേരള സദസ്സ് നടത്തി. ഇവിടെ എന്തോ പ്രയോജനം ആൾക്കാർക്കുണ്ടായി? നവകേരള സദസ്സ് നടത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ അനുചരന്മാരെയും സർക്കാർ ചെലവിൽ തീറ്റിപ്പോറ്റിയതല്ലാതെ. പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആമക്കാട് സുരേഷ് അധ്യക്ഷത വഹിച്ചു. എൻ രാജശേഖരൻ പിള്ള, BK വിശ്വനാഥൻ, വിജയൻ കാർത്തിക, ബിജു പത്തിയൂർ, M കൃഷ്ണപ്രസാദ്, ഏവൂർ തമ്പി, CP തോമസ്, മനോജ് ഏവൂർ, ദീപക് എരുവ, ശ്രീലേഖ അനിൽകുമാർ, ഏവൂർ പ്രമോദ്, ആദർശ മഠത്തിൽ, മാടവന ഷാജി, കൈത്താനത്ത് തുളസിദാസ്, പ്രതിഭ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.